നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഞ്ചതന്ത്രം കഥകളാണ് കേട്ടോ പറയുന്നത്. പഞ്ചതന്ത്രം കഥകൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ദുഷ്ടബുദ്ധിയുടെ കഥ. ദുഷ്ടബുദ്ധിക്ക് അച്ഛൻ കൊക്കിൻ്റെ വംശത്തെ കരടി മുടിപ്പിച്ച കഥ പറഞ്ഞു കൊടുത്തത് ഓർക്കുന്നുണ്ടോ? കഥ അത് ദുഷ്ടബുദ്ധിക്ക് തീരെ പിടിച്ചില്ല. പിന്നെ അങ്ങനെയൊന്നും സംഭവിക്കില്ല, നമ്മൾ നമ്മുടെ കാര്യം നോക്കണം എന്നുള്ള മട്ടിലാണ്. അങ്ങനെ പറഞ്ഞ ദിവസം മന്ത്രിയും പരിവാരങ്ങളും ഒക്കെ ഇവർ താമസിക്കുന്ന ഈ ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചോട്ടിൽ വന്ന് സഭ കൂടി ഇദ്ദേഹത്തിന് വിചാരണ തുടങ്ങി. എന്താ വിചാരണ? ധർമ്മബുദ്ധി കൊടുത്ത കേസാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി കണ്ടുപിടിച്ച ഈ കുംഭം, നിധികുംഭം കാണാണ്ടായി, ഇപ്പം അത് കണ്ടെത്തി പിടിച്ച് തരലാണ്. ആരാണ് നിധികുംഭം മോഷ്ടിച്ചത്? ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയുള്ളൂ. ഒന്നുകിൽ ധർമ്മബുദ്ധിക്ക്, ഒന്നുകിൽ ദുഷ്ടബുദ്ധി. രണ്ടാളൊരാളാണ് മോഷ്ടിച്ചതെന്നുള്ള കാര്യം ഉറപ്പാണ് മന്ത്രിക്ക്. പക്ഷെ ഇവരിൽ ആരാണെന്ന് എങ്ങനെ തിരിച്ചറിയും എന്ന് കരുതിയിട്ട് ഇവർ വിചാരണ ചെയ്യാനായിട്ട് കാട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ദുഷ്ടബുദ്ധിയുണ്ട്, ധർമ്മബുദ്ധിയുണ്ട്. അപ്പം നേരത്തെ തന്നെ അവിടെ ഒരു മരത്തിന് വലിയൊരു പോടുണ്ട്. ആ പോടിൻ്റെ അകത്ത് കയറി ദുഷ്ടബുദ്ധി അച്ഛനെ പിടിച്ച്, അച്ഛൻ ഈ കഥ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം, ആ കഥ ബോധിക്കാത്ത കാരണം അച്ഛനിരിക്കട്ടെ ഒരു ശിക്ഷ, എന്നാലും അച്ഛനോട് ഒന്നുകൂടെ പറഞ്ഞു. ഇതൊക്കെയാണെങ്കിലും അച്ഛൻ ധർമ്മബുദ്ധിയാണ് നിധികുംഭം മോഷ്ടിച്ചെന്ന് വിളിച്ചു പറയണം. വിചാരണ നടക്കണം. ഈ പൊത്തിയെ കയറിയിരിക്കട്ടെ എന്ന് പറഞ്ഞ് പിടിച്ച് കെട്ടി ആ പൊത്തിയിൽ അങ്ങോട്ട് കയറ്റിയിരുത്തി. അയാളവിടെ ഇരുന്ന് വിഷമിക്കാൻ തുടങ്ങി. കയ്യും കാലും കെട്ടിയിട്ടേക്കല്ലേ മകൻ. അങ്ങനെ മന്ത്രി വന്നു. മന്ത്രി പരിവാരങ്ങളൊക്കെ വന്ന് വിചാരണ തുടങ്ങി. ഓരോരുത്തരും നിങ്ങൾ എവിടെ വെച്ചാൽ നിധി കിട്ടി, ഏത് മരത്തിൻ്റെ വീട്ടിലാണ്, എന്നിട്ട് എങ്ങടെ പോയേ, താനെങ്ങടെ പോയേ, എപ്പോഴാണ് താൻ തിരിച്ചു വന്നേ, നിധി കാണാണ്ടായത്, ആരെടുത്തുകൊണ്ട് പോണേ, കണ്ടോ, നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടാൾക്കല്ലാതെ ഉണ്ട്, ഒരാൾക്കറിയില്ല അവിടെ നിധി ഉണ്ടെന്ന്. അതുകൊണ്ട് ധർമ്മബുദ്ധി ആവുന്ന എനിക്ക് തോന്നണമെന്ന് പറഞ്ഞു. അതാവാൻ വഴി ധർമ്മബുദ്ധി ആണായിട്ട് പറഞ്ഞു ഞാനല്ല. പക്ഷെ ആര് വിശ്വസിക്കാൻ? അങ്ങനെ ചർച്ച കുട്ടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് മരത്തിൻ്റെ പൊത്തിൽ നിന്ന് വലിയൊരു ശബ്ദം, ഗർജിക്കണ പോലൊരു ശബ്ദം. ആ ശബ്ദം ആരായിരുന്നു എന്നറിയാമോ? ആ ദുഷ്ടബുദ്ധിയുടെ അച്ഛനെ അവിടെ പൊത്തിൽ പിടിച്ച് കെട്ടിയിട്ട് വെച്ചിട്ടില്ലേ, അയാളങ്ങോട്ട് രണ്ട് ഗർജന. അപ്പം എല്ലാവരും എവിടുന്ന ഈ ശബ്ദം വരണേ? അപ്പോൾ തോന്നി അത് ശരി, നിധി കൊണ്ടുപോയിരിക്കണത് പറഞ്ഞു ധർമ്മബുദ്ധിയാണ് നിധി മോഷ്ടിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ തോന്നി ധർമ്മബുദ്ധിയോ? തീരെ പങ്കിട്ട് പിടിക്കണില്ല. എങ്ങനെ ധർമ്മബുദ്ധി മോഷ്ടിക്കുന്നത്? ചോദ്യം. നമുക്കൊരു കാര്യം ചെയ്യുക, കടയ്ക്ക് അവരെല്ലാം കൂടിയിട്ട് നെയ്യ് അങ്ങോട്ട് തിളപ്പിച്ചു. നിധി മോഷ്ടിച്ചത് ഇവരെ നെയ്യ് മോഷ്ടിച്ച ആളുടെ കൈ പൊള്ളും, മോഷ്ടിക്കാത്ത ആളുടെ കൈ പൊള്ളില്ല. നെയ്യ് ഇങ്ങനെ തിളച്ച് ഉരുകി പിടിച്ച് മുക്കാൻ തുടങ്ങുന്നതിന് മുമ്പേക്ക് ധർമ്മബുദ്ധിയാണ് നിധി മോഷ്ടിച്ചത് എന്നിങ്ങനെ പറയുകയും ചെയ്തു. പുല്ലും വൈക്കൂല. അത് ശരി, എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതിൽ കളവുണ്ടെന്ന ഈ ധർമ്മബുദ്ധി പറഞ്ഞു, ഈ മരത്തിന് എന്തോ കള്ളത്തരണ്ട്. കാണില്ലല്ലോ ഈ ദുഷ്ടബുദ്ധിയുടെ അച്ഛന്. ഇതിലെന്തോ കള്ളത്തരണ്ട്, ഈ മരത്തിനെ ഇനി വച്ചേക്കാൻ പാടില്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർക്കും തോന്നി ശരിയാണിത്. മരം വിളിച്ച് പറയൂ കള്ളത്തരം, ധർമ്മബുദ്ധി അല്ല. ഉടനെ തന്നെ രാജാവ് എന്തു ചെയ്തു? തീർപ്പ് കൽപ്പിച്ചു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആരാണെന്ന് കണ്ടുപിടിച്ചെല്ലാം വേഗം അവിടെ ചെന്ന് പൊത്തു നോക്കിക്കഴിഞ്ഞപ്പോൾ വൈക്കോലും ചപ്പും ചവറും എല്ലാം കൂട്ടിയിട്ട് ഈ മരത്തിനങ്ങോട്ട് തീ വെച്ചപ്പോൾ എന്താ സംഭവം? പിടിച്ച് കെട്ടിയിട്ടേക്കുക പൊത്തിനകത്ത് ഈ ദുഷ്ടബുദ്ധിയുടെ അച്ഛനെ. ദുഷ്ടബുദ്ധി അപ്പം തന്നെ വെന്തു മരിച്ചു. അപ്പം കള്ളസത്യം പറയണവർക്ക്, കള്ളത്തരം ചെയ്യുന്നവരുടെ ശിക്ഷാ ഫലമാണത് കിട്ടിയത്. നിധി മോഷ്ടിച്ചത് ദുഷ്ടബുദ്ധിയാണെന്നും പറഞ്ഞ് രാജാവ് വിധി കൽപ്പിച്ചു. ദുഷ്ടബുദ്ധിയെ തല്ലിക്കൊല്ലുകയും ചെയ്തു, വെട്ടി നുറുക്കി കൊല്ലുകയും ചെയ്തു. ധനം മുഴുവൻ, നിധികുംഭം മുഴുവൻ ധർമ്മബുദ്ധിക്ക് കൊടുക്കുകയും ധർമ്മബുദ്ധി അതുകൊണ്ട് പോകുകയും ഒക്കെ ചെയ്തു. ഇതാണ് കള്ളത്തരം കാണിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ എന്തെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് ദമനക കരടകം പറയുന്ന കഥകളാണ് കേട്ടോ. ഇത് ഇപ്പം ഏതുപോലെ വന്നു എന്നറിയാമോ? ഈ 1000 തുലാം ഇരുമ്പ് ഒരു കുട്ടി തിന്നു എന്നൊരു കഥയുണ്ട്. 1000 തുലാം ഇരുമ്പ്. ഈ ഇരുമ്പ് തന്നെ തിന്നാൻ പറ്റില്ല. ഇത് കുറച്ചെങ്ങാനാണോ 1000 തുലാം? അതുകൊണ്ട് 1000 തുലാം ഇരുമ്പ് തിന്ന കുട്ടിയുടെ കഥ അത് ഞാൻ അടുത്ത ദിവസം പറയാം എന്ന് പറഞ്ഞ് ഈ കരടകൻ ഈ കഥ നിർത്തുകയാണ്. ഈ
ദുഷ്ടബുദ്ധിയും മരിച്ചു, ദുഷ്ടബുദ്ധിയുടെ അച്ഛനും മരിച്ചു, നിധികുംഭം ധർമ്മബുദ്ധിക്ക് കിട്ടുകയും ചെയ്തു. ഇത് മിത്രഭേദത്തിൻ്റെ ഒരു ഗുണപാഠമുള്ള കഥയാണിത്. ഇന്ന് ഈ കഥ ഇവിടെ നിർത്തുകയാണ്. ഇനി 1000 തൂക്കം ഇരുമ്പ് തിന്ന കുട്ടിയുടെ കഥ അടുത്ത ദിവസം പറയും. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. പഞ്ചതന്ത്ര കഥകൾ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്താണ് ഈ കഥകളൊക്കെ, പഞ്ചതന്ത്ര കഥകളൊക്കെ. ഭരണാധികാരികൾ മനസ്സിലാക്കേണ്ട തന്ത്രങ്ങളാണ് പഞ്ചതന്ത്രങ്ങൾ.